എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ഫാമിലി 10K സബ്സ്ക്രൈബേഴ്സ് ആയി. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയ അന്ന് ഞങ്ങൾ അമ്മയുടെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അവരെല്ലാരും വൈകുന്നേരം വന്ന് ഞങ്ങൾ ചെറിയൊരു കേക്ക് ഒക്കെ മുറിച്ച് സെലിബ്രേഷൻ ചെയ്തു. അപ്പൊ അന്നത്തെ ദിവസം വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ഫാമിലി 10K സബ്സ്ക്രൈബേഴ്സ് ആയി. ഇപ്പൊ ഞങ്ങളൊരു കേക്ക് ഒക്കെ മുറിച്ച് ആഘോഷിക്കുകയാണ്. ഇത് നമ്മുടെ യൂട്യൂബ് ഫാമിലി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും ഇതേ സപ്പോർട്ട് വേണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 5K ഫാമിലി ആയപ്പോ ഞങ്ങൾ വർക്കല ക്ലിപ്പിൽ പോയി ഒരു കുഞ്ഞു കേക്ക് ഒക്കെ മുറിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും കണ്ടാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും ഞങ്ങൾ വിചാരിച്ചെങ്കിൽ നമുക്ക് കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ 10K ഫാമിലിയുടെ സെലിബ്രേഷൻ നടത്തുന്നത് ഒരുപാട് അമ്മമാരുടെ കൂടെയാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ 10K ഫാമിലി സെലിബ്രേഷൻ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊല്ലം നെടുമ്പനയിലെ നവജീവൻ അഭയ കേന്ദ്രത്തിലെ അമ്മമാരൊപ്പമാണ്. ഞങ്ങളോടൊപ്പം ഉള്ളത് നവജീവൻ അഭയ കേന്ദ്രത്തിലെ റെസിഡന്റ് മാനേജർ അബ്ദുൾ നജീബ് സാറും വെൽഫെയർ ഓഫീസർ ഷജീമ മാമും ആണ്. ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പൂർണ്ണമായും ഗവൺമെന്റിന്റെ അംഗീകൃതവും ഗവൺമെന്റ് നിയന്ത്രണവും ഗവൺമെന്റ് നോംസ് അനുസരിച്ചുമുള്ള ഒരു സ്ഥാപനമാണിത്. ഗവൺമെന്റിന്റെ അംഗീകാരം അനുസരിച്ച് ഈ സ്ഥാപനത്തിൽ 50 അമ്മമാരെ പാർപ്പിക്കാനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അമ്മമാർ, അതായത് നിരാലംബരും നിരാശ്രയവുമായ അമ്മമാർ, ആ അമ്മമാരെ കണ്ടെത്തി ഈ സ്ഥാപനത്തിൽ എത്തിച്ച് മരണം വരെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് മരണവും അവരുടെ ജീവിത അഭിലാഷം പോലെ സന്തോഷകരമാക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനം ലക്ഷ്യമാക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഇതുവരെയായി 150 അമ്മമാർ വന്നുപോയിട്ടുണ്ട്. അതിൽ 30-ലേറെ അമ്മമാർ ഈ സ്ഥാപനത്തിൽ വെച്ച് നമ്മോട് വിട പറഞ്ഞു പോയി. അതിനുശേഷം 25 അമ്മമാർ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന അവരുടെ ബന്ധുമിത്രാദികൾ ഞങ്ങൾ സമീപിക്കുകയും അവരെ ആവശ്യമായ കൗൺസിലിംഗ് നടത്തുകയും അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മളെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ജനസേവനം ദൈവാരാധനയായി കാണുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ. ഒരു ലാഭേച്ഛയും ഇല്ലാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ വന്നിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ അമ്മമാരെയും ഉമ്മമാരെയും അഡ്മിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ ആശാ വർക്കർമാരോ വാർഡ് മെമ്പർമാരോ അവരുടെ പ്രദേശത്ത് ആരാരുമില്ലാതെ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ നമ്മളുമായി ബന്ധപ്പെടും. നമ്മൾ കൃത്യമായി ആ സ്ഥലത്ത് ചെന്ന് അത് ജെനുവിനാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യാനുള്ളത്. പിന്നീട് നമ്മൾ അവിടുത്തെ വാർഡ് മെമ്പറിന്റെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ, പിന്നെ പോലീസ് സ്റ്റേഷന്റെ ക്ലിയറൻസ്,
പിന്നെ അവർ ഏത് മതവിഭാഗത്തിൽപ്പെടുന്നു അവരിൽ നിന്നുള്ള ഒരു പെർമിഷൻ ലെറ്ററും കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. അതെന്തിനാണ് ഇത്രയും കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ അവർക്ക് അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെയാണോ ഞങ്ങളുടെ സേവനങ്ങൾ എത്തിച്ചേരുന്നത് എന്ന് ഉറപ്പുവരുത്താനാണ്. കാരണം സമൂഹത്തിൽ ഒരുപാട് ഇത്തരം സ്ഥാപനങ്ങളുണ്ട്, ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ ഒരുപാട് മീഡിയകളിലൊക്കെ കാണുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം പക്ഷേ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ നമ്മൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിലാണ് നവജീവൻ അഭയകേന്ദ്രത്തിന്റെ ഉത്ഭവവും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഏകദേശം 2016 തുടങ്ങി ഈ 25 എത്തി നിൽക്കുമ്പോൾ ഇവിടെയുള്ള അമ്മമാർക്കും ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കൃത്യമായൊരു സേവനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അപ്പൊ അവരെ നമ്മൾ വിളിച്ച് അവരെ കൗൺസിലിംഗ് നടത്തി മാതാവിനെ നോക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞ് അവരെ കൗൺസിലിംഗ് നടത്തി ഉമ്മമാരെയും അമ്മമാരെയും അവരെ കൂട്ടത്തിൽ അയച്ച് അവരെ കൃത്യമായി സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫോളോ അപ്പും കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അതാണ് നവജീവനിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അമ്മമാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്ഥിര വരുമാനം നവജീവൻ അഭയകേന്ദ്രത്തിനില്ല. സമൂഹത്തിലുള്ള ഉദാരമതികളായ ആളുകൾ അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം നമുക്ക് സംഭാവനയായിട്ട് നൽകും. ഇവിടുത്തെ അമ്മമാരുടെ ആഹാര രീതി എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് അവർക്കൊരു ചായയും ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മറ്റേ ബ്രെഡ് അങ്ങനെ പോലുള്ള സാധനങ്ങൾ ലഘുവായിട്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ 9 മണിക്കാണ് അവരുടെ ഭക്ഷണം, രാവിലത്തെ കാപ്പി. അത് ദോശയോ ഇഡ്ഡലിയോ സാമ്പാറോ അങ്ങനെയുള്ള സാധനങ്ങളാണ് രാവിലെ കൊടുക്കാറുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ചോറ്, അവിയല്, മീൻകറി, തോരൻ ഉൾപ്പെടെയുള്ള നല്ലൊരു ഊണാണ് ഉച്ച സമയത്ത് കൊടുക്കുന്നത്. പിന്നെ വൈകുന്നേരത്ത് ചായ ഉണ്ടാവും, അതിനൊരു പ്രത്യേക കടി ഉണ്ടാവും, വടയോ അല്ലെങ്കിൽ പഴംപൊരിയോ ഏത്തക്കാപ്പോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കടി. പിന്നെ വൈകുന്നേരത്ത് ചിലപ്പോൾ ചില അമ്മമാർക്ക് കഞ്ഞിയായിരിക്കും വേണ്ടി വരിക, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നല്ല ഹെവി ചോറ് ഫുഡൊക്കെ വേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണോ അവർക്ക് ആവശ്യമായിട്ടുള്ളത് അതാണ് നമ്മൾ രാത്രി കൊടുക്കേണ്ടത്. പിന്നെ ഷുഗർ ഉള്ള അമ്മമാരുണ്ട്. അപ്പൊ അവർക്ക് ആ ഷുഗർ ഇല്ലാത്ത, അത് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരമാണ്, സലാഡൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള, വെജിറ്റബിളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആഹാരമാണ് അങ്ങനത്തെ അമ്മമാർക്ക് കൊടുക്കുക. അപ്പൊ ഓരോരുത്തർക്കും അവരുടെ അസുഖത്തിന് യോജിച്ച് അവർക്ക് എന്താണോ കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് നമ്മൾ മിക്കവാറും കൊടുക്കാറുള്ളത്. മാക്സിമം നമ്മൾ അങ്ങനെ ശ്രമിക്കാറുണ്ട്. പിന്നെ പുറത്തുനിന്ന് ആഹാരം കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, കുറച്ച് പേർക്ക് ഇന്ന ഫുഡ് വേണം എന്ന് നമ്മൾ അവരോട് പറയാറുണ്ട്. അവർ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. ആരാന്നറിയോ? ആനക്കാരന്റെ മോളാണ്. ആനക്കാരൻ ചില്ലറാണെന്നല്ലോ ആനയൊക്കെയുള്ള വീട്ടില് ജാർഖണ്ഡിലൂടെ എത്തിയ അമ്മയാണ് മേൻകാ സിംഗ് എന്നാണ് പേര്. ഒത്തിരി മാനസിക പ്രയാസമുള്ള ആളുകളാണ്. അപ്പൊ അവര് അവിടുന്ന് വരുന്ന ട്രെയിനിലും കയറി വരിക. അപ്പൊ നമ്മള് കൊല്ലത്ത് വന്ന് ഇറങ്ങി പിന്നെ അവിടെ കടക്കുന്നതിലും റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് കണ്ണനല്ലൂർ പോലീസ് ഇവരെ കൊണ്ടുവന്ന് നമ്മളെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ അവരെ റീഹാബിലിറ്റ് ചെയ്യാൻ, സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചയക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ നോക്കുകയാണ്. അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അവരുടെ കുടുംബത്തോടൊപ്പം അവരെ ചേർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. താമസിക്കുന്ന ഇവിടെ എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് മുംബൈയിലുണ്ടായിരുന്നു. അവിടെ കല്യാണം കഴിച്ച് അവിടെ തന്നെ താമസിച്ച് നമുക്ക് 2 കൊല്ലം താമസിച്ചു. ഇവിടെ കൊണ്ടുവന്ന പിന്നെ കുറച്ച് അമ്പലത്തിൽ വീട്ടിൽ പോയാൽ വീട്ടിൽ ആരും. അമ്മയുടെ സ്ഥലം ബോംബെ ആണ്. ബോംബെയിൽ നിന്ന് കൊല്ലത്തുനിന്ന് ഒരാള് അമ്മയെ കല്യാണം കഴിച്ചിട്ട് കൊല്ലത്തോട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഹസ്ബൻഡ് മരിച്ചിട്ട് 4-5 വർഷമായി. ഈ അമ്മ ഓച്ചിറ ക്ഷേത്രത്തിലായിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാരാണ് അമ്മയെ ഇവിടെ എത്തിച്ചത്. ഇവിടെ എത്തിയിട്ട് 4 വർഷമായി. അമ്മയുടെ പേരെന്താ? ബേബി. ഇവിടെ വന്നിട്ട് 3 മാസമായി. എത്ര വർഷമായിട്ട് വന്നിട്ട്? 2 വർഷമായി. അമ്മയുടെ പേരെന്താ? അമ്മ എന്തോരം പഠിച്ചു? BA എക്കണോമിക്സ്. ഒരുപാട് ശിക്ഷണങ്ങളുണ്ട് ടീച്ചർക്ക്. അമ്മ ഒരു ടീച്ചറായിരുന്നു. അമ്മ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ സമൂഹത്തിൽ നല്ല നിലയിൽ എത്തി നിൽക്കുകയാണ് അമ്മ പഠിപ്പിച്ചതൊക്കെ.
ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അമ്മ ഇവിടെ അടക്കം. അമ്മമാരുടെ മരുന്നും കാര്യങ്ങളൊക്കെ നോക്കുന്ന 2 നേഴ്സ് ഉണ്ട്. പിന്നെ അമ്മമാരെ പരിപാലിക്കുന്ന ഒരു കെയർ ടേക്കർ ഉണ്ട്. നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. പേരെന്താ? ഈശ്വരി. എൻ്റെ പേര് ഷൈനി. സൈനബാബി. 2 മക്കളുണ്ടായിരുന്നു, 2 അമ്മ കൊണ്ടുപോയി. ഒരാണും ഒരു പെണ്ണും. മോൻ മരിച്ചിട്ട് ഇപ്പോൾ 1.5 കൊല്ലമേ ആയോ. ചേട്ടത്തിയുടെ മോളെ വീട്ടിലായിരുന്നു മാറിയും തരുന്നേക്ക് ഇപ്പം അവിടെ കൊണ്ടുവന്നു. 1.5 മാസമായി. നിങ്ങളുടെ പേരെന്താ? സുഹൃജാതി. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇപ്പം 1 മാസമായി. ഗോമതി. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, കൊറോണ വന്ന്. അതിൻ്റെ തൊട്ടു പുറകിൽ എൻ്റെ മോനും മരിച്ചുപോയി, അവനും കൊറോണ ആയിരുന്നു. ഞങ്ങൾ 3 പേരും ഒരു വീട്ടിൽ താമസിച്ചു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ പോലീസുകാർ SI ഞങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. വിളിച്ച് ഞാൻ പറഞ്ഞ് എനിക്കിവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പ്രയാസമാണ്, എന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോമിൽ അവിടെ ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ SI എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. 14 രാവുരി ചതുമാനത്തോ കല്ലാഴി കടവത്തോ പനുനീരിൻ പൂവിരിഞ്ഞതു മുറ്റത്തോ കണ്ണാടി കവിളത്തോ പനങ്കുരുവിയേ എന്നെ വിട്ടുപോയ കുറവനി കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ കണ്ടോ. മാരിപ്പ 1 വർഷവും 3 മാസവുമായി. നല്ല ഹാപ്പിയാ. കുഴപ്പമില്ല. മെഡിസിനൊക്കെ കഴിക്കുന്നത്. സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളതാ. എൻ്റെ ആങ്ങളമാര് നാത്തൂമാര് അവരുടെ 4 മക്കൾ എനിക്ക് നോക്കാൻ കഴിയത്തില്ല. മക്കളെ കെട്ടിച്ച് 2 പിള്ളേരുണ്ട്, ഒരാണും ഒരു പെണ്ണും. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീഞ്ഞല്ലാതാരുമില്ല കോനെ. എൻ്റെ കരളൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനെ. ഇപ്പോൾ നിലവിൽ ഈ സ്ഥാപനത്തിൽ 50 അമ്മമാരാണുള്ളത്. 50 അമ്മമാരിൽ തന്നെ 30-ലേറെ അമ്മമാർ കിടപ്പ് രോഗികളാണ്. 20 അമ്മമാർ മാത്രമാണ് സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്താൻ കഴിയുള്ളവർ. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചോളം ഈ അമ്മമാരെ നോക്കുന്നതിന് വേണ്ടി ഏകദേശം 18 സ്റ്റാഫുകൾ തന്നെയുണ്ട്. 2 നഴ്സിംഗ് സ്റ്റാഫ്, ഫാർമസി, 10-ലേറെ കെയർ ടേക്കർമാർ, ബാക്കി നോൺ സീരിയസ് സ്റ്റാഫുകൾ, ആംബുലൻസ്, മറ്റൊരു വാഹനം, അതിൻ്റെ ഡ്രൈവർമാർ, അങ്ങനെ ഞങ്ങൾ 18 സ്റ്റാഫുകളുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ നവജീവൻ അഭയകേന്ദ്രം എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. അതായത് ഒരു പുതുജീവൻ നൽകുക, അതായത് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ജീവിതം ഇനിയുള്ള ജീവിത കാലഘട്ടത്തിൽ അവർക്ക് ലഭ്യമാക്കുക, അതോടൊപ്പം തന്നെ ലഭ്യമാക്കി അവർ സന്തോഷകരമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനം ചെയ്യുന്നത്. ഈ സ്ഥാപനം ഞാൻ പറയുന്നതിലുപരി നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വരികയും സന്ദർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചെയ്യുകയും ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത്. ഞാനവിടെ നിൽക്കത്തെയാ, ഇഷ്ടമല്ല. ചുവനുമാരി 2 വയസ്സ് കഴിഞ്ഞ് ചന്തക്കപ്പുറം അന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. എൻ്റെ നാട്ടിൽ എനിക്കൊരു നായിടങ്ങഴിയുമാണ്. 14 കൊടുപോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിളി കേക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ നീ ഞമ്മക്ക്. എൻ്റെ പേര് പാത്തുമ്മ. എവിടാ വീട്? വീട് ഇവിടെ തന്നെ. തന്നെ. ചായ കുടിച്ചു, ഉച്ചയ്ക്ക് ചോറ് വന്നു. എനിക്കൊരു മോനുണ്ടായിരുന്നു മക്കളെ. അമ്മ ഗൾഫിൽ കിടന്ന് മരിച്ചുപോയി. അപ്പം ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷമായി. മോനെന്നെ മക്കളെ കൊച്ചുമക്കളെ എഴുതി കൊടുത്തു. അന്ന് ഞാനും കൂടെ. പിന്നെ അവർ പോയപ്പോൾ പിന്നെ നോക്കാൻ ആളില്ല. ഞാനൊന്ന് വീണെടുത്ത മുട്ട് പൊട്ടി. പൊട്ടുണ്ടായപ്പം 1 മാസം ഡെറ്റിൽ കിടന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പം കെട്ടിയവന് ശ്വാസം മുട്ടായി, അങ്ങേരും മരിച്ചു പോയി. പിന്നെ നോക്കാൻ ആളില്ല.
നോക്കാനാളില്ലാതപ്പം അവളെ ആശാവർക്കർമാരെ വിളിച്ച് ഇവിടുന്ന് മാടമൊക്കെ വന്ന് എന്നെ കൊണ്ടുപോകുന്നു. ഇവിടെ 1 വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ വന്നിട്ട് ഒരു സന്തോഷക്കുറവും ഇല്ല. അവരത് കാണാൻ വരാത്ത സങ്കടം അത്രേ ഉള്ളു. വല്ലപ്പോഴും ആരൊക്കെ വരുമ്പോഴേ ഒരു സന്തോഷമാണ്. കാലിന് ഭയങ്കര കഴപ്പും വേദനയും പറയാൻ ഒക്കത്തില്ല. വേണ്ട, അമ്മ കടന്നു എഴുന്നേറ്റിരിക്കാൻ പാടില്ല. അമൃതാബീവി വേണ്ട, കുഴപ്പമില്ലമ്മ. സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്നു, റിട്ടയർഡായി, പിന്നെ നോക്കാറില്ല. പേരില്ല ബേബി. സെക്രട്ടേറിയറ്റിൽ സെക്ഷൻ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ടാണ് കയറിയത്. പെട്ടത് ആരും ഇല്ലാണ്ടായി. അമ്മ മരിച്ചു, ഭർത്താവും മരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികളും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആരും ഇല്ലാണ്ടായി. ആരും ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഞാൻ ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടു. ബോർഡ് കണ്ട് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ വന്ന മജീദ് സാറിനെ എനിക്കറിയാം, അങ്ങനത്തെ അറിയാം. സാറിനോട് ഞാൻ ചോദിച്ചു, ഞാൻ കുട്ടി വരട്ടോ, ഇങ്ങനെ സംഭവം ഇതാണെന്ന് പറഞ്ഞു. പോരാൻ പറഞ്ഞു. ഞങ്ങൾ അമ്മമാരെല്ലാരെയും കണ്ടു. പലരുടെയും പല സാഹചര്യമാണ്, പക്ഷെ എല്ലാരും ഇവിടെ ഹാപ്പിയാണ്. ഫ്രണ്ട്സ്, ഇത് ഇവിടുത്തെ പാർക്കാണ്. വൈകുന്നേരങ്ങളിൽ അമ്മമാർ ഇവിടെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. നമ്മുടെ 10K ഫാമിലി സെലിബ്രേഷനും എല്ലാം ഞങ്ങൾ ഈ അമ്മമാരല്ല, ഞങ്ങൾക്ക് ഒരു മുത്തശ്ശിമാരാണ്. ഈ മുത്തശ്ശിമാരോടൊപ്പമാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും സന്തോഷമാണ്. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ചെന്നവരെ കാണുന്നതന്നെ അവർക്ക് ഭയങ്കര വലിയ കാര്യമാണ്. നന്നായിട്ട് സംസാരിച്ചു, ചിലർ പാട്ടൊക്കെ പാടി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. പലരും പല സിറ്റുവേഷനിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. അപ്പം എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇതുപോലത്തെ സെൻറ്റേഴ്സിൽ കൊടുക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഇതുപോലത്തെ സെൻറ്ററിലോ ഒന്ന് വിസിറ്റ് ചെയ്യുക. അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും ഇതൊക്കെ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഡൈനിങ് ഏരിയ. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡൈനിങ് ഏരിയയുടെ കാര്യം മാത്രമല്ല, പൊതുവേ റൂം ആയിക്കോട്ടെ, ബെഡ് ആയിക്കോട്ടെ, എല്ലാം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ഇവിടെ എല്ലാവരും അമ്മമാരെ നോക്കുന്നത്. എനിക്കൊരു പാട്ട് പാടി തരുമല്ലേ? കുഴപ്പമില്ല, ഉള്ളത് വെച്ച് പാടി. ആർക്കും പാട്ട് അറിഞ്ഞൂടെ? ആർക്കും അറിഞ്ഞൂടെ? ശോഭനമ്മയ്ക്ക് അറിഞ്ഞൂടെ? അമ്പിളിരമ്മാവ് കുംഭപുരപ്പിക്കാമ്പോൾ കാർമേഘം, അമ്പിളിരമ്മാവ് കുംഭപുരപ്പിക്കാമ്പോൾ കാർമേഘം, അമ്പിളിരമ്മാവ് കുംഭപുരപ്പിക്കാമ്പോൾ കാർമേഘം. 14 വ്യാപുതിച്ചതു മാനത്തോ കല്ലാഴി കടവത്തോ പനുനീരിൻ പൂവിരിഞ്ഞതു മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റിലതിന്നിട്ടു, തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റിലതിന്നിട്ടു, മാരനൊരാൾ തേടി മുത്തി മണിമുത്തം തന്നിട്ടോ, മാരനൊരാൾ തേടി മുത്തി മണിമുത്തം തന്നിട്ടോ. താഴെയരികത്തു വരഞ്ഞപ്പോ വളകിരിക്കിയ സുന്ദരി പെണ്ണോ കിണറ്റിന് കുളി കെട്ടുമ്പോൾ ഒരു ചെറുക്കിനു ചേർക്കടേ, കണ്ണിലാലിന്റെ കരളിയുടെ ഉരുളിയിട്ട കാച്ചിയ നൊമ്പരം കൽവിലറിഞ്ഞ പൊഴിഞ്ഞു നമ്മുടെ വയറു പൊട്ടിയ അമ്പരം. ഏനറിയില്ല ഏനറിയില്ല ഏലമലർക്കാട്ടിലെ മലങ്കുറവാ, പല്ലാക്കു മൂക്ക് കണ്ടു ഞാൻ കൊതിച്ചു, നിന്റെ പഞ്ചാര വാക്ക് കേട്ടു കോരി തരിച്ചു. കല്യാണം മിന്നു കെട്ടി കൈപിടിക്കണ നാൾ വരെ കൊല്ലാതെ കൊല്ലുന്ന പൂമാരൻ, കൊല്ലാതെ കൊല്ലണ പൂമാരൻ. മകൾ കരഞ്ഞു കണ്ണീർ കുത്തും കൊണ്ടാണ് ഉറക്കം,
കനവിരിപ്പാ വിളിക്കുന്നതും നനച്ചുകൊണ്ട് മയക്കം ഉമ്മയും ഞാനും തനിച്ചാണ് വീട്ടിലുള്ളൂ കണിഞ്ഞൊരു തന്നെ കൂട്ട് ഉപ്പാനെ ഓട്ടൊന്ന് നേർന്ന മറ്റൊരു നാളുകൾ നീക്കും കാണാൻ കൽബ് കൊതിക്കും അറബി കുട്ടികൾ കളിക്കുന്നേരം മനസ്സിലോഹ വരുമോ അരമളി മരച്ചോട്ടിലിന്റെ കളിപ്പന്തലിൽ വരുമോ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കഥകളിന്റെ കാതലേ രാരി രാരി രാരിരോ രാരി രാരി രാരിരോ. അമ്മമാർക്ക് വേണ്ടി ഞങ്ങളൊരു പാട്ട് പാടി തരട്ടെ? என்ன சொல்ல ஏது சொல்ல கண்ணோடு கண் பேச வார்த்தை இல்ல என்னென்னவோ உள்ளுக்குள்ள மெல்ல சொல்லாமாய வெக்கோ தள்ள சின்ன சின்ன ஆசை பாடி നമ്മൾ ചെയ്തുകൂടാ ഒന്നാം മനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുമ്പോൾ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടോ മലയാളേ. നവജീവൻ അഭയ കേന്ദ്രത്തിലെ അമ്മമാരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഹാപ്പിയാണ്, അതേപോലെ തന്നെ അമ്മമാരും ഹാപ്പിയാണ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആൾ പ്രസ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.